ചില്ലി ജാസ്മിനാണേ. ഞാനൊരു 2-3 ദിവസം നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ എനിക്ക് വരാൻ പറ്റാതെ ഒരു ആശുപത്രി കേസിനായിട്ട് എനിക്ക് മാറി നിൽക്കേണ്ടി വന്നു. തിരിച്ചു വന്ന് എൻ്റെ തോട്ടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വെള്ളം ഒഴിക്കാൻ ഒരാളെയൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. എന്നിട്ടും നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അത്രയ്ക്ക് അറിയത്തില്ല. പച്ചക്കറി ചെടികൾ ഇലയൊക്കെ പഴുത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിതിൻ്റെ ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ചെയ്യുന്നത് തന്നെ വെള്ളം ഒഴിച്ചിട്ടാണ്. അവിടെ വെള്ളം കിടക്കുന്നത് കണ്ടോ. വെള്ളം ഒഴിക്കാതെ എനിക്ക് വീഡിയോ എടുക്കാൻ പോലും ഉള്ളൊരു മനസ്സ് ശരിക്കും പറഞ്ഞാൽ എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഇതിനൊന്നും അത്രയ്ക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ നെല്ലിപ്പുളിയാണ്. അധികം വെയിലൊന്നും കിട്ടുന്നൊരു സ്ഥലമല്ല. പക്ഷേ മുന്നോട്ട് പോകുമ്പോഴത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടോണം. ഇത് കാണുന്നുണ്ടോ, എല്ലാം എൻ്റെ ഉണങ്ങിപ്പോയി. ഇതിനെ ഇനി നമുക്ക് തിരിച്ചിതുപോലെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഇത് നമ്മളെ പച്ചക്കറിയുടെ ചെടികൾ നിൽക്കുന്നൊരു ഭാഗമാണ്. ഇത് നമ്മൾ കണ്ടോ, കഴിഞ്ഞ ദിവസം ഇഷ്ടംപോലെ കായ്കളുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു തന്നിരുന്ന ഒരു ചെടിയാണ് കേട്ടോ. കാണുന്നുണ്ടോ? അപ്പോൾ വാടിയ വെള്ളം ഒഴിച്ചിരിക്കുവാണ് ഞാൻ. എന്നിട്ടത്തെ അവസ്ഥയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് നമ്മുടെ പഴച്ചെടികളെയാണ്. കണ്ടോണം. നമ്മൾ ഈ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ഒരാളെ ഏൽപ്പിച്ചു. കണ്ടോ, എൻ്റെ സപ്പോർട്ട് നിൽക്കുന്നുണ്ടോ? ഇപ്പം നിവർന്നതാണ് ശരിക്കും കേട്ടോ. കുറച്ചെങ്കിലും അത് നിവർന്നിട്ടുണ്ട്. രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഇതേപോലെ ചെയ്തിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ ആരൊക്കെ ഉണങ്ങിപ്പോയി, ആരൊക്കെ റിക്കവർ ചെയ്തു വന്നു എന്നൊക്കെ. ഇപ്പം ഇത് ഈ ചെടിക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. കാരണം എന്നാണെന്നറിയോ, ഇത് നമ്മൾ ഈ കടന്നു പോകുന്ന നേരെ വഴിയിലുള്ളതാണ്. ജോലിക്കാരെ ഏൽപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ, ജോലിക്കാർക്ക് ഈ ചെടിയോട് താല്പര്യം ഉള്ളവരും കാണും, ഇല്ലാത്തവരും കാണും. ഇല്ലാത്തവരാണെങ്കിൽ അവരവരുടെ ജോലി നിർവഹിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കടന്നു പോകുമ്പം നേരെ കാണുന്ന ചെടികൾക്കൊക്കെ ആണെങ്കിൽ അവർ വെള്ളം ഒഴിക്കുന്നത്. അതുകൊണ്ട് കണ്ടോ, ഇവർക്കൊന്നും വലിയ കാര്യം വന്നിട്ടില്ല, കുഴപ്പം വന്നിട്ടില്ല. എന്നാൽ അതേ മുന്നോട്ട് പോകുമ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കണ്ടോണം. ഇത് കണ്ടോ, ഇത് നമ്മുടെ മൽബറിയാണ് കണ്ടോ. നമ്മുടെ നല്ല ഇനം മൽബറിയാണ്, ബ്രസീലിയൻ മൽബറിയാണ്. പലപ്പോഴും ഞാൻ ഇതിനകത്തെ കായ്കളൊക്കെ പറിക്കുന്നതും അതിൻ്റെ മധുരവും ഒക്കെ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ ഇലയുടെ നിപ്പ് കണ്ടോ. പക്ഷേ ചുവടിന് കണ്ടാൽ വലിയ കുഴപ്പമില്ല. ഇതിനെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റിയാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടോ, ഇതിൻ്റെ എല്ലാം കണ്ടോ, കൂമ്പുകളൊക്കെ ഉണങ്ങി വാടി നിൽക്കുന്ന കണ്ടോ. പക്ഷേ അതവർ എഴുന്നേറ്റ് വരുമായിരിക്കും, കാരണം ഞാനിപ്പം വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കിവിടുന്ന് മാറി നിൽക്കേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു ഹോസ്പിറ്റലിൻ്റെ കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ അവിടെ വെച്ച് കണ്ടിട്ടുള്ളവരൊക്കെ അറിയാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പലരും എന്നെ ഹോസ്പിറ്റലിൽ വെച്ച് കാണുകയും പരിചയപ്പെടുകയും അടുത്ത് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ എങ്കിലും അറിയാം ഞാൻ ഈ ദിവസങ്ങളിൽ ഹോസ്പിറ്റലിലായിരുന്നു എന്നുണ്ടോ. ഇതുണ്ടോ, നമ്മുടെ മരമുന്തിരിയുടെ ഇലയൊക്കെ വാടി നിൽക്കുന്നുണ്ടോ. ഇതിനേക്കാൾ എല്ലാം കുഴപ്പമായിട്ടുള്ളൊരു കാര്യമുണ്ടേ, കണ്ടോണം. ഇത് കണ്ടോ, നമ്മുടെ ബേറാപ്പിളിൻ്റെ ചെടിയാണ് കണ്ടോ. നിറയെ പൂവിട്ട് കായ പിടിച്ച് തുടങ്ങിയതായിരുന്നു. പക്ഷേ എനിക്കിതൊന്നും ഉപേക്ഷിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് എനിക്കിത് ചെയ്യേണ്ടി വരുന്നത്. നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങളെയും നഷ്ടമായിട്ടില്ല, എനിക്ക് പറ്റാഞ്ഞുകൊണ്ടാണ് എന്നുള്ളൊരു സങ്കടം ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇത് കാണുന്നത് നമ്മൾ ഈ ചെടി വളർത്തുന്നവർക്ക് ഭയങ്കര സങ്കടകരമായൊരു കാര്യമാണ് കേട്ടോ. ഇതിനേക്കാളും ഒരു വിഷമം ഞാൻ കാണിച്ചു തരാവേ. നിങ്ങൾ കാണുന്നുണ്ടോ, കണ്ടോ, മാവിൻ്റെ ഇലയെല്ലാം കരിഞ്ഞ് നിൽക്കുന്ന കണ്ടോ. ഇതൊക്കെ ഒരു ദിവസത്തെ വെള്ളം ഒഴിക്കാഴിക കൊണ്ടൊന്നും വരുന്നതല്ല. ഇതൊക്കെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോയിട്ട്, ഇപ്പം നിങ്ങൾ ഏൽപ്പിച്ചിട്ട് പോയിട്ടല്ലേ എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷേ ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ എന്നാ ചെയ്യുന്നത്? ആരെങ്കിലും ഏൽപ്പിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ പണി. കാണുന്നുണ്ടോ, ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ കരയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വശം നിങ്ങൾക്ക് എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എൻ്റെ ശബ്ദത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. എൻ്റെ വഴുതന നിൽക്കുന്നുണ്ടോ, നിറയെ കായ്കളുള്ള ഒരു വഴുതന ചെടിയാണ്. അതിൻ്റെ ഇലയെല്ലാം വളഞ്ഞു തൂങ്ങിയാണ്. പക്ഷേ ഇവർക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പച്ചക്കറി ചെടികൾക്ക് വെള്ളം കിട്ടിയാൽ ഉടനെ അവർ അതിൻ്റേതായ മാറ്റം കാണിച്ചു തുടങ്ങും. കണ്ടോ, ഇതേപോലെയാണ്. പക്ഷേ കൂമ്പിലകളൊക്കെ ഉണർന്നു കഴിഞ്ഞു കണ്ടോ. അതൊരു സന്തോഷമാണ് കേട്ടോ. നമ്മളിത് ചെയ്തപ്പോൾ അതിനൊരു പ്രയോജനം ഉണ്ടായല്ലോ എന്നുള്ളതൊരു സന്തോഷമാണ്. എന്നാലും ചില കാര്യങ്ങൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ പഴച്ചെടികൾ കാണിക്കാവേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നട്ടുപിടിപ്പിച്ചൊരു ചൈനീസ് കാബേജിൻ്റെ തൈകളാണ് കണ്ടോ. അവരെ ഇങ്ങനെ കരിയിലിട്ട് മൂടി കൊടുത്തത് കൊണ്ട് കണ്ടോ, അവർക്ക് വലിയ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. ഇലയൊക്കെ പൊള്ളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല.
പക്ഷേ നമ്മളിത് ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പം കണ്ടോ, നമ്മുടെ ഒരു കുറ്റിയമര നിൽക്കുന്നതിൻ്റെ അവസ്ഥ കണ്ടോ. നല്ല ആർത്തുല്ലസിച്ച് നിന്നവരാണ് ഞാനീ പോകുന്നതിന് മുന്നേ. അതുപോലെ ഈ പേരയുടെ ഇല കണ്ടോ, ഇതെല്ലാം വാടി നശിച്ചു എന്ന് പറയാം, ആ കണക്കിനാണ്. അതുപോലെ ഇതിൻ്റെ സീതപ്പഴമൊക്കെ കണ്ടോ, വെള്ളം ഒഴിച്ചപ്പോഴേ അവർ ശരിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ ശരിയാകാത്ത ചിലരൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മുടെ റെഡ് സപ്പോട്ടയുടെ ചെടിയാണ്. അവരൊക്കെ എന്നിട്ട് എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ, ഒക്കെ പൊള്ളിപ്പോയി എന്ന് പറയാം. ഇത് കണ്ടോ, നമ്മുടെ അമ്പഴം കണ്ടോ, ഇലയെല്ലാം പഴുത്തുപോയി. ഇവരെ ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ സ്നേഹവും എൻ്റെ പരിചരണവും കൊടുത്തു കഴിയുമ്പോൾ ഇവർക്കുണ്ടാകുന്ന വ്യത്യാസം ചിലരൊക്കെ നഷ്ടപ്പെട്ടു പോയേക്കാം. അല്ലാത്തവരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹവും ഒരു വലിയ ഘടകം തന്നെയാണ്. അപ്പം ഇതിലേക്കൂടെ ഞാനിങ്ങോട്ട് പോയത്, ഇവിടെ നിൽക്കുന്ന ചെടികളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ, ഉണ്ടോ? അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് പോകുന്നതിന് മുന്നേ ഈ ചാമ്പയ്ക്ക ഞാൻ വിളവെടുത്ത് നിങ്ങളെ കാണിച്ചു തന്നതാണ് കേട്ടോ. കാണുന്നുണ്ടോ? ചാമ്പയ്ക്കൊക്കെ ഉണർന്ന് എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷേ ആ ഇല കണ്ടോ, കാണുന്നുണ്ടോ? അതെല്ലാം പോയി. ഇവിടെ കൊലയായിട്ട് ചാമ്പയ്ക്ക കിടന്നതാണ്. ആ ചാമ്പയ്ക്ക എല്ലാം പൊഴിഞ്ഞു പോയി കേട്ടോ. പല ഇലകളും ചാമ്പയുടേത് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ചാമ്പയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കൊടുത്തു കഴിയുമ്പം ചിലപ്പോൾ ഈ പഴുത്ത ഇലകളൊക്കെ പൊഴിഞ്ഞു പോകുമായിരിക്കും. പക്ഷെ അവർ വീണ്ടും ശരിയായി വരും. ഇത് കാണുന്നുണ്ടോ? ഇതെല്ലാം തന്നെ കണ്ടോ, ഇത് സൂര്യനാം ചെറിയുടെ കുഞ്ഞു കുഞ്ഞിലകളാണേ. ഒരു മുകളിലോട്ടൊക്കെ ഉണ്ട്. അതുപോലെ ഇത് കണ്ടോ, ഒരു നല്ല ഇനം പേരയായിരുന്നു കേട്ടോ. അധികം നാളായില്ല, ശരിക്കും അവർക്കൊരു പെട്ടെന്നൊരു നല്ല ഉയരത്തിലുള്ള വളർച്ചയാണ് വന്നത്. പക്ഷേ ഈ വെള്ളം കിട്ടാതെ വന്നാൽ ഉടനെ അവരൊക്കെ തന്നെ പോകും. നിൽക്കുന്ന സാധനം കണ്ടോ, അത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടാണേ. ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പൂ കാണാമോ നിങ്ങൾക്ക്? കണ്ടോ, നിറയെ പൂക്കളായിട്ടുണ്ട്. അതുപോലെ അത് കായും പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാ പിടിച്ചതിൻ്റെ അവസ്ഥ ഞാൻ കാണിക്കാവേ. അത് കരിഞ്ഞു പോയിരിക്കുക ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾക്ക് കാണാവോ കണ്ടോ? അതെവിടെ? ഇത് കണ്ടോ, കണ്ടോ, കരിഞ്ഞു പോയി. ശരിയായി വരുമോയെന്ന് എനിക്കറിയില്ല. അത് ശരിയായി വരത്തില്ല, കരിഞ്ഞു പോയി. അതുപോലെ ഈ ചെടികളൊക്കെ ഉണ്ടോ, ഈ ബേറാപ്പിളിൻ്റെ പൂക്കളും കായ്കളും എല്ലാം കൊഴിഞ്ഞു പോകുമായിരിക്കും. ചൂട് നഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുമായിരിക്കും. ഇവിടെ നിൽക്കുന്ന ചെടികളൊക്കെ കണ്ടോ, എല്ലാം തന്നെ ഇതാണ് അവസ്ഥ. ഈ കണക്കിന് ഞാനില്ലെങ്കിൽ എൻ്റെ ചെടികളും കാണത്തില്ല. കാണുന്നുണ്ടോ? ഇതൊക്കെ കായ്ച്ചു തുടങ്ങിയ നമ്മുടെ മരമുന്തിരിയൊക്കെ ആയിരുന്നു. അതിൻ്റെ പൂക്കളെല്ലാം തന്നെ കാണുന്നുണ്ടോ? പൂക്കളെല്ലാം തന്നെ കരിഞ്ഞു പോയി എന്ന് പറയാം. ശരിക്കണ്ടോ, താഴെ ഒരു പൂക്കളൊക്കെ ഉണ്ട്. മുകളിലോട്ട് കയറി വരുമ്പോഴും ഉണ്ടായിരുന്നതാണ്. അവരെയൊക്കെ ശരിയാക്കാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് കണ്ടോ, നമ്മുടെ അരസാബോയിയുടെ ചെടിയാണ്. എല്ലാം ഉണങ്ങിപ്പോയ അവസ്ഥയിലാണ്. കാണുന്നുണ്ടോ? ചൂട് പോയി കാണുകയില്ല. അപ്പം നമുക്ക് അവരെയൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുമായിരിക്കും. നമ്മുടെ നാരകം കണ്ടോ, ഇപ്പോഴും നിറയെ കായകളുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസവും നല്ല പോലെ ഇതിൻ്റെ കാ പറിച്ചതാണ്. പഴുത്തതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇതേ കാണും. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ചിലപ്പോൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കാം. അതുപോലെ ഇതുണ്ടോ, നമ്മുടെ ഒടിച്ചുകുത്തി നാരകമാണേ, അല്ലെ സീഡ്ലെസ് ലെമൺ എന്നൊക്കെ നമ്മൾ പറയും. നിൽക്കുന്ന ചെടികളൊക്കെ കാണുന്നുണ്ടോ, എല്ലാം കരിഞ്ഞു പോയി. പിന്നെ മരമായിട്ടുള്ള ഈ ചെടികൾ, ഈ പഴച്ചെടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പം മുകളിലത്തെ പഴുത്ത ഇലകളെയൊക്കെ കൊഴിച്ച് കളഞ്ഞിട്ട് രക്ഷപ്പെട്ട് വരുമായിരിക്കും. അതുപോലെ ഇത് കണ്ടോ, നമ്മുടെ നീളത്തിലുള്ള കായകൾ ഉണ്ടാകുന്നൊരു സപ്പോട്ടയാണ്, ബനാന സപ്പോട്ട എന്ന് പറയും. എപ്പോഴും തന്നെ അതിൽ കായ്കളും ഉള്ളതാണ് കേട്ടോ. ഇതിലൊരു കാ കാണാനുണ്ട് കണ്ടോ. ബാക്കിയെല്ലാം തന്നെ ഉണങ്ങി. ഇത് കണ്ടോ, ഇതെന്നാണെന്നറിയോ, നമ്മുടെ ഇരുമ്പമ്പുളി എന്ന് പറയുന്ന ചെടിയാണേ. അതിലൊക്കെ പൂ പിടിച്ചൊക്കെ തുടങ്ങിയായിരുന്നു, എല്ലാം പോവും. കണ്ടോ, കുഞ്ഞ് ചെടിയായത്. നമുക്ക് നിങ്ങൾ ഇതിൻ്റെ ഇലകളൊക്കെ കാണുന്നുണ്ടോ? കണ്ടോ എങ്ങനെയാണെന്ന് കണ്ടോ, എല്ലാം വാടിപ്പോയി. ഇനി ഇവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ഇവിടെ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. പൂവെല്ലാം വാടി ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്നുണ്ടോ. ഇത് വെസ്റ്റ് ഇൻഡീസ് ചെറി എന്ന് പറയുന്ന ഒരു ചെടിയാണേ. അങ്ങനെ ഏകദേശം എല്ലാം ഇതാണ് അവസ്ഥ. നിങ്ങൾക്ക് കണ്ടോ, അവർ ഒടിഞ്ഞിട്ടാണെങ്കിലും പിന്നെ എഴുന്നേറ്റ് നിൽക്കും കേട്ടോ. അത്രയ്ക്കൊന്നും വന്നില്ല ശരിക്കും പറഞ്ഞാൽ. പോകുന്നത് അങ്ങ് നഷ്ടപ്പെട്ടു പോകും പച്ചക്കറി. അവർക്ക് ഈ വെയിലിനെ അത്രയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പയറൊക്കെ കണ്ടോ, നിറച്ച് കായ്ച്ചുകൊണ്ടിരുന്ന പയറിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പം നിൽക്കുന്നത്. നമുക്ക് ഇവനെയെല്ലാം രക്ഷപ്പെടുത്തിയെടുക്കണം അല്ലേ. കാണുന്നുണ്ടോ വലുത്? ഇത് കണ്ടോ, കായ്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് നമുക്ക്. എന്നാലും അടുത്ത ദിവസം നമ്മൾ കയറുമ്പോഴും വിളവെടുക്കാനുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ പച്ചക്കറി നടുന്നവരെല്ലാം അതേപോലെ നമ്മൾ നോക്കി സംരക്ഷിച്ചില്ലെങ്കിൽ ഒരു 3 ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഇതിനേക്കാൾ ക്ഷണികമാണ് മനുഷ്യൻ്റെ ജീവിതം. അപ്പോൾ ഇതാണ് എൻ്റെ സങ്കടകരമായ അവസ്ഥ. ഇത് നിങ്ങളെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിന്ന് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്.